രാജ്യത്തിന്റെ തെക്കേ മുനമ്പായ കന്യാകുമാരി ടൂറിസ്റ്റുകളുടെ ഹോട്ട്സ്പോട്ടാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ മത്സരത്തിലൂടെയാണ് ഇക്കുറി കന്യാകുമാരി ദേശീയ ശ്രദ്ധ നേടുക. നിലവിൽ DMKയുടെ ജെ ഹെലൻ ഡേവിഡ്സനാണ് MP. പക്ഷേ അഴഗിരിയുമായുള്ള അടുപ്പം അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സഖ്യങ്ങളും രാഷ്ട്രീയ നീക്കുപോക്കുകളും ഇക്കുറിയില്ല. കോൺഗ്രസ്, DMK, AIDMK സ്ഥാനാർത്ഥികളാണ് ഒറ്റക്ക് മത്സരിക്കുന്നത്. So long workers are very much upset because that alliance partner would not give any chance to them to work independently. 1.5 ലക്ഷത്തോളം പാർട്ടി വോട്ടുള്ള CPM-ന് വേണ്ടി മത്സരിക്കുന്നത് മുൻ MP AV ബെല്ലാർമിനാണ്. ഇടതുകക്ഷികളുടെ പിന്തുണയുമുണ്ട്. ഈ മണ്ഡലത്തിൽ 2004-9 ഞാൻ മെമ്പറായിരുന്നു. ആ കാലത്ത് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഡെവലപ്പിന് വേണ്ടി, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടി, എംപ്ലോയ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയമായി ഏറ്റവും അനുകൂല സാഹചര്യം BJPക്കാണ്. DMDK, PMK തുടങ്ങിയ പാർട്ടിയുമായി BJP സഖ്യത്തിലാണ്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്ഥാനാർത്ഥിയുമായിരുന്ന പൊൻ രാധാകൃഷ്ണനാണ് ഇവിടെ മത്സരിക്കുന്നത്. 2.5 ലക്ഷത്തോളം വരുന്ന പാർട്ടി വോട്ടും സഖ്യകക്ഷികളുടെ വോട്ടും ചേർന്നാൽ മേൽക്കൈ നേടാനാകുമെന്ന് BJP അവകാശപ്പെടുന്നു. തീരദേശ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് കൂടംകുളം സമരത്തിന്റെ നായകൻ ഉദയകുമാറും പറയുന്നു. ഡൽഹി ഇലക്ഷനിൽ 28 ഇടം പിടിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. സഖ്യങ്ങളും രാഷ്ട്രീയ നീക്കുപോക്കുകളുമില്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സ്വന്തം ശക്തി പരീക്ഷണത്തിനാണ് ഇത്തവണ കന്യാകുമാരിയിൽ രംഗത്തിറങ്ങുന്നത്. ഈ ശാക്തിക പോരാട്ടത്തിനിടയിൽ SP ഉദയകുമാർ ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നത് പോരാട്ടം ഒന്നുകൂടി കനക്കുന്നു. കന്യാകുമാരിയിൽ നിന്നും ക്യാമറമാൻ ആനന്ദ് ആലന്തരോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1.